അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധു വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലോട്ടുള്ള ആഗമനമാണ് ഗൈസ്. അപ്പോൾ ഞാൻ ചെറിയൊരു ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്കിത് ചേച്ചിക്ക് കൊടുക്കാം. ഓക്കെ ചേച്ചി, ഐ ലവ് യു. ഹായ്. നിങ്ങളെല്ലാവരും പാർട്ടി 2 വെയിറ്റിംഗ് ആയിരുന്നെന്നറിയാം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിൽ പോവാം. എന്തോ ഭാഗ്യത്തിന് സമയത്ത് കാലത്ത് ബസ് കിട്ടി. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ നെടുമങ്ങാട് വന്നിറങ്ങി. പിന്നെ അമ്മ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഞാനും ചേച്ചിയും കൂടെ വരാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം അങ്ങനെ നടന്ന്. അങ്ങനെ നടന്ന് ക്ഷീണിച്ചപ്പോഴത്തേക്ക് ഞാനും ചേച്ചിയും കൂടെ അമ്മയെ വിളിച്ചുകൊണ്ടൊരു കടയിൽ കയറി. പിന്നെ അവിടുന്ന് ചായ, നെയ്യപ്പം, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കഴിച്ചു. മുടിപ്പിക്കാൻ പറ്റുന്നവരെയൊക്കെ മുടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളായി കഴിയുന്ന വിധം ഞങ്ങളെ മുടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഞങ്ങൾ അടക്കാൻ ആരും വിചാരിക്കേണ്ട കേസ്. ഇത് കഴിഞ്ഞ് ഇനി എങ്ങോട്ട് പോകുന്നതാണ് ഞാനും ചേച്ചി ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെയായിരുന്നു ട്വിസ്റ്റ്. ഞങ്ങൾ രണ്ടുപേരും തട്ടി മാറ്റിയിട്ട് അമ്മ നേരെ അവിടെ ഉള്ളൊരു കട പോലത്തെ സ്ഥലത്തിലേക്ക് കയറി. അവിടെ നിന്ന് പറയുമ്പോഴത്തേക്കും ഈ ഗ്ലാസ് സംഭവങ്ങൾ, അമ്മയുടെ ഫേവറേറ്റ് കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അമ്മ നേരെ ആ സെക്ഷനിലോട്ട് പോയി. അറിയാലോ, ഞങ്ങൾ നേരെ ഫാൻസി ഐറ്റംസിലോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മുടിപ്പിച്ച് ക്ഷീണിച്ചുകൊണ്ട് മാത്രം ഞങ്ങൾ മുടിപ്പീര് നിർത്താമെന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ നേരെ നടന്നു പോയി. അങ്ങനെ ഒരു ബസ്സിലിരിക്കുകയാണ്. ബസ്സിൽ നിന്ന് പച്ചപ്പ് ഹരിതാഫയെല്ലാം എൻജോയ് ചെയ്ത് ഞങ്ങൾ നേരെ മുതുവളെത്തി. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ മുതുകളെത്തിയിട്ടുണ്ട്. ഇനി നേരെ വീട്ടിൽ പോയി വല്ലതും കഴിച്ച് കിടന്ന് ഉറങ്ങാം. മതി ഗൈസ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ക്യൂട്ട് എക്സ്പ്രഷൻ കാണിക്കുന്നത് വെറുതെ എനിക്കൊരു മനസ്സുഖത്തിന് വേണ്ടി മാത്രമാണ് ഗൈസ്. കയ്യിൽ ഫോണല്ലേ ഇരിക്കുന്ന, അപ്പം ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു മനസ്സുഖം. അങ്ങനെ കുറേ നേരം ഒറ്റയ്ക്ക് ഞാൻ തന്നെ എൻ്റെ സൗന്ദര്യം എൻജോയ് ചെയ്തു ഗൈസ്. എന്നിട്ട് നേരെ നമ്മൾ മടുത്തൊക്കെ വന്നിറങ്ങി. ഇനി നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള ഒരു അശ്രാന്ത പരിശ്രമം മാത്രമേ ഉള്ളൂ. അങ്ങനെ അവസാനം വയലുകളും തോടുകളും എല്ലാം കടന്ന് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ അതാ ഒരു അത്ഭുതം. എന്താണിത്? പണ്ട് എന്നോ അമ്മ ബഡ് ചെയ്ത് വെച്ചിരുന്ന ഒരു ചെമ്പരത്തി തൈയിൽ 2 പൂക്കൾ വിടർന്നു. ഒരേ സമയത്ത് തന്നെ 2 പൂക്കൾ വിടർന്നു ഗൈസ്. ചെമ്പരത്തി പൂക്കൾ മാത്രമല്ല, പിന്നെ പൂ ആവാൻ വേണ്ടിയിട്ടുള്ള മൊട്ടുകളും അതിലുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഗൈസ് എൻ്റെ കമൻറ്റ് ബോക്സിൽ പലരും വന്നിട്ട് ഞാൻ പാട്ട് നിർത്തിയാൽ പാടുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പാടാൻ ഗൈസ്, എല്ലാം ഞാൻ നിങ്ങൾക്ക് പാടി തന്നിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാക്സിമം ഞാൻ അത് പാടാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം, എനിക്കൊരു സന്തോഷം, എല്ലാവർക്കും ഒരു മനസ്സുഖം. ഗൈസ്, ഇത് കണ്ടോ, തലയിൽ തേക്കാൻ വേണ്ടി വെളിച്ചെണ്ണ നോക്കിയപ്പോഴാണ് ഈ തണുപ്പ് കൊണ്ടിട്ട് ഫുൾ ഇങ്ങനെ ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നിന് ഇത്രയൊക്കെ ഉള്ള ഗൈസ്. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.